ഗാന്ധി ജയന്തി ക്വിസ് പാർട്ട് 2. ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം അബ്ബാസ് തിയാബ്ജി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്ത്? ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രത്തിന്റെ പേര്? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി പ്രൈമറി പഠനം നടത്തിയത് എവിടെയാണ്? ഉത്തരം രാജ്കോട്ടിൽ. ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ജോഹന്നാസ്ബർഗ്. ഗാന്ധിജിയുടെ ആദ്യത്തെ കുട്ടിയുടെ പേര് എന്ത്? ഉത്തരം ഹരിലാൽ ഗാന്ധി. ഗാന്ധിജിക്ക് വഴങ്ങാതിരുന്ന പഠന വിഷയം ഏതായിരുന്നു? ഉത്തരം കണക്ക്. ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോയ വർഷം ഏത്? ഉത്തരം 1888. ആരായിരുന്നു ഗാന്ധിജിയുടെ ആത്മീയ ഗുരു? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? ഉത്തരം 1 തവണ. ദണ്ഡിയാത്രയിൽ പാടിയ ഗാനം ഏതായിരുന്നു? ഉത്തരം രഘുപതി രാഘവ രാജാറാം. ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേരെന്ത്? ഉത്തരം രംഭ. ഗാന്ധിജിയുടെ അച്ഛൻ അന്തരിച്ചത് എന്ന്? ഉത്തരം 1885. ഗാന്ധിജിയുടെ കുടുംബം ഏത് ജാതിയിൽപ്പെട്ടവർ ആയിരുന്നു? ഉത്തരം ബനിയ. നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്ന്? ഉത്തരം 1891. ഗാന്ധിജിക്ക് പുറമെ ഒക്ടോബർ 2 ജന്മദിനമായി ആചരിക്കുന്ന ഇന്ത്യൻ നേതാവ് ആര്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം? ഉത്തരം അൺടു ദി ലാസ്റ്റ്. എവിടെ വെച്ചാണ് ഗാന്ധിജി ആത്മകഥ എഴുതിയത്? ഉത്തരം യർവാദ ജയിലിൽ. ഏതു വർഷമാണ് ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത്? ഉത്തരം 1915. ഇംഗ്ലണ്ടിലേക്ക് ഗാന്ധിജി പഠിക്കാൻ പോയപ്പോൾ എത്ര വയസ്സായിരുന്നു? ഉത്തരം 18. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ഉത്തരം മീര ബഹൻ, സരളാബെൻ. എന്നായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം? ഉത്തരം 1908 ജോഹന്നാസ്ബർഗ്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശാ സമ്മേളനം ഏത്? ഉത്തരം രണ്ടാമത് വട്ടമേശാ സമ്മേളനം.
ഇംഗ്ലണ്ടിൽ പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തും വരെ ഗാന്ധിജി അറിയാതിരുന്ന ദുഃഖവാർത്ത ഏത്? ഉത്തരം അമ്മയുടെ മരണം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് രാജ്യത്തെയാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഡർബനിൽ നിന്ന് 14 മൈൽ അകലെ ഏത് ആശ്രമമാണ് ഗാന്ധിജി സ്ഥാപിച്ചത്? ഉത്തരം ഫീനിക്സ്. 1919 ഗാന്ധിജി തുടങ്ങിയ 2 പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം നവജീവൻ, യങ് ഇന്ത്യ. വിശ്വശാന്തി ദിനം എന്നാണ്? ഉത്തരം ജനുവരി 30. 1946 ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ ഏത്? ഉത്തരം വ്യക്തി സത്യാഗ്രഹം. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എന്ന്? ഉത്തരം 1917. സരോജിനി നായിഡു തനിക്ക് ലഭിച്ച ഇന്ത്യയുടെ രാപ്പാടി എന്ന ബഹുമതി നൽകി ആദരിച്ചത് ആരെയാണ്? ഉത്തരം MS സുബലക്ഷ്മി. ജനുവരി 30 എങ്ങനെയൊക്കെയാണ് ആചരിക്കുന്നത്? ഉത്തരം രക്തസാക്ഷി ദിനമായും കുഷ്ഠരോഗ വിരുദ്ധ ദിനമായും. ഗാന്ധിജി ഏറ്റവും ആകർഷിച്ച ലിയോ ടോൾസ്റ്റോയിയുടെ പുസ്തകം ഏത്? ഉത്തരം ദ കിങ് ഓഫ് ഗോഡ് വിത്തിൻ യു. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോഴാണ്? ഉത്തരം ഗാന്ധിജി അന്തരിച്ചപ്പോൾ. എത്ര സൈനികർ ചേർന്നാണ് ഗാന്ധിജിയുടെ ശവശരീരം സൈനിക വാഹനം വഹിച്ചു കൊണ്ടുപോയത്? ഉത്തരം 200. ഗാന്ധിജിയുടെ മനോരാജ്യം ഏത്? ഉത്തരം രാമരാജ്യം. ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിളിച്ചിരുന്നത് ആരായിരുന്നു? ഉത്തരം സരോജിനി നായിഡു. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആര്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടക്കപ്പെട്ട ജയിൽ ഏത്? ഉത്തരം യർവാദ. ഗാന്ധിജിയുടെ ആദ്യ ലേഖനം ഏത്? ഉത്തരം ഇന്ത്യയിലെ സസ്യബുക്കുകൾ. UN എപ്പോഴാണ് ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? ഉത്തരം 2007 ജൂൺ. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു? ഉത്തരം 168 ദിവസം. ഗാന്ധി എന്ന കുടുംബനാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം പലചരക്കു വ്യാപാരി.
മഹാത്മാഗാന്ധിജിയുടെ മുത്തച്ഛന്റെ പേര്? ഉത്തരം ഉത്തം ചന്ദ് ഗാന്ധി. ഗാന്ധിജി ചർക്കാ സംഘം സ്ഥാപിച്ചത് ഏതു വർഷം? ഉത്തരം 1925. ഗാന്ധിജിയുടെ ശവസംസ്കാര ഘോഷയാത്രയിൽ ഏകദേശം എത്ര ജനങ്ങൾ പങ്കെടുത്തു? ഉത്തരം 15 ലക്ഷം. ഗാന്ധിജിയുടെ പുത്രന്മാർ ആരെല്ലാം? ഉത്തരം ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. വിദ്യാഭ്യാസ കാലത്ത് ഗാന്ധിജിയുടെ സ്വഭാവത്തിൽ നിഴലിച്ചിരുന്ന പ്രധാന ഭാവം? ഉത്തരം ലജ്ജ. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഭക്തി സാഹിത്യത്തിലെ മികച്ച ഗ്രന്ഥം ഏത്? ഉത്തരം തുളസീദാസ രാമായണം. സർദാർ വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്തായിരുന്നു? ഉത്തരം സർദാർ.